രമ്യേ കല്യാണം കഴിഞ്ഞിടി ഇന്നലെ ആയിരുന്നു. അയ്യോ ഒരു കുഴപ്പമുണ്ടായില്ല, എല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു. ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായില്ല, നമ്മളെ അത്യാവശ്യം ചെറിയ ബന്ധുക്കാർ മാത്രമേ ഉണ്ടായുള്ളൂ. ആ അതെ അതെ. ഓ സന്തോഷമായിട്ടിരിക്കണു. വൈഫാ ഒരു മിനിറ്റ്. ദൈവത്തോർത്തിനി മേലാല് രാത്രിയാവുമ്പോ എനിക്ക് മെസ്സേജ് അയക്കരുത്. ഈ ചാറ്റവളി പൊക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ഇന്നിവിടെ ചീറ്റും. പിന്നെ നിനക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് പറയാണ്, ഞാൻ അയച്ച സ്ക്രീൻഷോട്ട് ഒന്നും എടുത്ത് ഇട്ടേച്ച് ഇവനെ സൂക്ഷിക്കുക എന്നാ പറഞ്ഞ് ഇട്ടേക്കല്ലേ. ദൈവമേ, ഒരെണ്ണത്തിന് ഒഴിവാക്കി, ബാക്കിയുള്ളതിനൊക്കെ എങ്ങനെ ഒഴിവാക്കും? ചായ കൊണ്ടുവരുമ്പോ ഈ സിമ്മ അതിന്റെ കൂടെ അങ്ങോട്ട് വിഴുങ്ങിയാലോ. പുതുപ്പെണ്ണേ മടക്കിക്കൊണ്ടിരിക്കുവാ. എന്നത് പുതപ്പന്തിയെന്ന് ചോദിച്ചു. പുതപ്പന്തിയെന്ന് ചോദിച്ചേ. പുതുപ്പെണ്ണ എങ്ങ് വാ പൊന്നേ. ചേട്ടായി കോഫി. 2026 ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ ചേട്ടാ? സംഭവം എന്നാന്നറിയോ? കുറച്ചു നാൾ മുമ്പ് ഒരു 2:45 രാത്രി സമയത്ത് എന്റെ നീല മെസ്സഞ്ചറിലേക്ക് വന്ന ഒരു ഹായാണ് ഈ പച്ച ചുരിദാർ ഇട്ടിപ്പ ചായം കൊണ്ട് വന്നത്. എന്നെ ജീവനായിന്. എന്നെ കളിയാക്കാൻ വേണ്ടിട്ട് ഓരോന്ന് പറയാനായിട്ട്. ഇന്നലെ നമ്മുടെ സുഗന്ധി മാമി ഇല്ലേ തിരുവനന്തപുരത്തെ, മാമി വന്നപ്പോ എന്തൊക്കെയോ പരാതിയൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മളെ രണ്ടുപേരെയും കൂടെ വിരുന്നിന് വിളിച്ചിട്ടുണ്ട്. എന്റെ പട്ടി പോവാ അങ്ങട്. ഈ തള്ളനെ എനിക്ക് കണ്ണിന് നേരെ കാണുന്ന കാലം. ഒന്നാമത്തെ അന്യായ ചാട. കല്യാണത്തിന് വന്നപ്പോ ഞാൻ ഒരു മനുഷ്യ സ്നേഹം അനുസരിച്ച് പറഞ്ഞു, മാമി ഒരു ഗ്ലാസ് പായസം കുടിച്ചാലോ? എനിക്ക് ഹൈ ഷുഗറാണ്. അയ്യോ, അത് ഷുഗർ ഉള്ളോണ്ടായിരിക്കും. എന്നിട്ടാണ് നമ്മുടെ കെന്റിൽ ആ തൊട്ടി അഴിച്ചെടുത്ത് അതിനകത്ത് ഒരു ബക്കറ്റ് പായസമായിട്ട് ഒറ്റ പോക്കി തള്ള. അങ്ങനെ കളിയാക്കരുത്, നാണക്കേടാണ്. പക്ഷെ എനിക്കും ഉണ്ട് ചെറിയൊരു പരാതി. കല്യാണത്തിന് മുമ്പ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, സേവ് ദ ഡേറ്റ്. ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞല്ലേ ആ റെയിൽവേ സ്റ്റേഷനിൽ നല്ല ഒരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ട്, നമുക്ക് അവിടെ വെച്ചെടുക്കാന്നോട്ട് സമ്മതിച്ചോ ചേട്ടൻ? ഈ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അതിന്റെ ഇഷ്ടമല്ലേ അത്? ഇഷ്ടമല്ലാണ്ടല്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരുത്തനെ പിടിച്ചിട്ട് 2 ഇടിയും കൊടുത്തു അവന്. എന്തോ കാര്യത്തിന്? നാറി എന്നാ ചെയ്തേക്കണം അറിയാവോ? നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിലെ ബാത്റൂമിൽ പോയിട്ട് പെണ്ണങ്ങളുടെ നമ്പറൊക്കെ എഴുതി വെച്ചേക്കുവാ. കൊള്ളാവോ? അവനെ കൊല്ലണ്ടേ? ഇടിച്ച് ഒറ്റയടിക്ക് അവന്റെ പല്ലിയാൻ നിർമ്മിച്ചു. ഇതിനൊക്കെ ചേട്ടൻ പ്രതികരിക്കുവോ? അതല്ലെന്ന്, ഒരു ഒറ്റ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടുള്ളത് എല്ലാ റോങ് നമ്പർ. തങ്കമ്മേനെ വിളിച്ചാൽ തങ്കപ്പനെടുക്കും.